ജയ്പൂർ രാജകുടുംബത്തിലെ ദിയ കുമാരി രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രിയാകുമ്പോൾ അരനൂറ്റാണ്ട് മുമ്പ് ജയ്പൂർ രാജകുടുംബത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങിയ ഒരു രാജ്ഞിയുണ്ടായിരുന്നു. ഇന്ത്യൻ സ്ത്രീ സൗന്ദര്യത്തിന്റെയും ഫാഷന്റെയും രാജകീയതയുടെയും ക്ലാസിക് പ്രതീകം. ലോകത്തെ 10 വിശ്വസുന്ദരികളിൽ ഒരാൾ. ഇങ്ങനെ നീളുന്ന ജയ്പൂർ രാജമാത എന്ന് വിളിക്കപ്പെട്ട മഹാറാണി ഗായത്രി ദേവിയുടെ വിശേഷണങ്ങൾ. എന്നാൽ സ്ത്രീ സൗന്ദര്യത്തിൽ രാജവാഴ്ചയിൽ ഉപരി ശക്തമായ നിലപാടുകൾ കൊണ്ട് രാഷ്ട്രീയത്തിലും ധീരയായിരുന്നു ഗായത്രി ദേവി. ഇന്ദിരാഗാന്ധിയെ വിറപ്പിച്ച, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് വിജയിച്ച, ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച രാഷ്ട്രീയക്കാരി കൂടിയാണ് ഈ ധീര വനിത. കൂച്ച് ബിഹാർ രാജ്യത്തെ ജിതേന്ദ്ര നാരായണൻ തമ്പുരാന്റെയും ബറോഡ രാജകുടുംബത്തിലെ ഇന്ദിരാ രാജിയുടെയും മകളായി കൂച്ച് ബിഹാർ രാജകുമാരിയായി 1919 മെയ് 23-നായിരുന്നു ഗായത്രി ദേവിയുടെ ജനനം. അമ്മ ഇന്ദിരാ രാജിയോടൊപ്പമുള്ള യാത്രകൾ തന്നെയാണ് ഗായത്രി ദേവിയുടെ ജീവിത വീക്ഷണങ്ങളെ കരുപിടിപ്പിച്ചത്. 19-ാം വയസ്സിൽ ജയ്പൂരിലെ സവായി മാൻ സിംഗ് രണ്ടാമനുമായി പ്രണയത്തിലായി. അദ്ദേഹത്തെ വിവാഹം കഴിച്ച് ജയ്പൂർ കൊട്ടാരത്തിന്റെ പടവുകൾ കയറിയതോടെ ഗായത്രി ദേവി ജയ്പൂരിന്റെ 3ാമത്തെ മഹാറാണി മാറുകയായിരുന്നു. ഇതിനുശേഷമാണ് ഗായത്രി ദേവി ജയ്പൂർ റാണി എന്നും രാജമാത എന്നും അറിയപ്പെട്ടു തുടങ്ങിയത്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം രാജഭരണം അവസാനിച്ചെങ്കിലും ജയ്പൂരിലെ രാജകുടുംബങ്ങൾ അതേ പ്രതാപത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. രാജകുടുംബത്തിന്റെ അനുഷ്ഠാനങ്ങളാൽ ചുറ്റപ്പെട്ട് ജയ്പൂർ കൊട്ടാരത്തിന്റെ നടുത്തളങ്ങളിൽ കഴിഞ്ഞിരുന്ന ഗായത്രി ദേവി 1962 രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനെതിരായി സ്വതന്ത്ര പാർട്ടി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ഗായത്രി ദേവിയായിരുന്നു. 1962 തന്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ജയ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത 2,46,516 വോട്ടുകളിൽ 1,92,909 വോട്ടുകൾ നേടി ഗായത്രി ദേവി ഗിന്നസ് ബുക്കിൽ ഇടം നേടി. 1967-71 ഈ വിജയം ആവർത്തിച്ചുകൊണ്ട് അവർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ സ്വതന്ത്ര പാർട്ടിയെ തകർക്കുന്നതിന്റെ ഭാഗമായി പ്രിവിപ്പേഴ്സ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സ്വതന്ത്ര ഇന്ത്യയുടെ രൂപവൽക്കരണ സമയത്തെ ധാരണ പ്രകാരം രാജകുടുംബാംഗങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങളും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഗായത്രി ദേവിക്ക് നിഷേധിച്ചു. ഇതിൽ ഇന്ദിരാഗാന്ധിയുടെ കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഗായത്രി ദേവിക്ക്. രാജകുടുംബങ്ങൾ അവകാശങ്ങൾ ഇല്ലാതാക്കിയ നിരന്തരം വിമർശനം ഉന്നയിച്ചിരുന്ന ഗായത്രി ദേവി ഇന്ദിരാഗാന്ധിയുടെ കടുത്ത അതൃപ്തിക്ക് പാത്രമായി. തെറ്റായ നികുതി രേഖകൾ സമർപ്പിച്ചുവെന്ന പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഗായത്രി ദേവി 6 മാസത്തോളം തിഹാർ ജയിലിലാക്കി. എന്നാൽ അവിടെയും വെറുതെ ഇരുന്നില്ല ഗായത്രി ദേവി. ജുവനൈൽ ഹോമിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി. ഇതോടെ സജീവ രാഷ്ട്രീയ ജീവിതം അവർ അവസാനിപ്പിക്കുകയായിരുന്നു. രാഷ്ട്രീയത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായത്രി ദേവി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജയ്പൂരിലെ 2 സ്കൂളുകളുടെ സ്ഥാപകയായ അവർ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ജയ്പൂരിൽ തുടങ്ങിയ സ്കൂൾ ഇപ്പോൾ മഹാറാണി ഗായത്രി ദേവി ഗേൾസ് പബ്ലിക് സ്കൂൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ 3D ഡോക്യുമെന്ററി ഗായത്രി ദേവിയെ കുറിച്ചുള്ളതാണ്. 2009 തന്റെ 90-ാം വയസ്സിലായിരുന്നു ഗായത്രി ദേവി ഈ ലോകത്തോട് വിട പറഞ്ഞത്. തന്റെ അവസാന കാലം വരെ രാജകീയ ജീവിതം നയിച്ച ഗായത്രി ദേവി ഇന്ത്യൻ രാജവംശങ്ങളുടെ അവസാന മഹാറാണിമാരിൽ ഒരാളായിരുന്നു. കൂടാതെ ജീവിതത്തിൽ പയറ്റിയ ധീരതയാൽ ഇന്നും ജയ്പൂരിന്റെ രാജമാതയായി ഗായത്രി ദേവി നിലനിൽക്കുകയാണ്.